ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞണ്ട് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നാണ്. ഞണ്ട് കറി വയ്ക്കാനായി തൊണ്ടോട് കൂടിയോ തൊണ്ടില്ലാതെയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഞണ്ടിൻ്റെ തൊണ്ട് കളയുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞണ്ടിട്ട് എല്ലാ ഞണ്ടും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിൽ നിന്ന് തൊണ്ട് വേർതിരിച്ച് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ചെറുതായി തിള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് തിളച്ച് പൊന്തി പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിച്ച് നിൽക്കണം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചു തുടങ്ങി. നല്ല തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഞണ്ടിൻ്റെ കളറെല്ലാം മാറി റെഡ് കളറായി. നമുക്കിനിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ ഞണ്ടെടുത്ത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂട് കുറച്ച് നമുക്ക് അപ്പോൾ തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. നമുക്കിനി അതെങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇത് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി. എങ്ങനെയാണ് ഈ ഞണ്ട് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം വേർപ്പെടുത്തി എടുക്കണം. ഈ ചെറിയ ചെറിയ കാലുകളെല്ലാം നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഇതെല്ലാം തന്നെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതും പൊട്ടിച്ചെടുത്ത് ഇതിൽ നിന്ന് മാംസം എടുത്ത് കറിയിൽ ഇടാം. സാധാരണ ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാംസം എടുക്കാറില്ല. ഇത് അങ്ങനെ തന്നെയാണ് ഇടാറ്. ഇത് ഓരോന്നും പൊട്ടിച്ചെടുക്കാം. ഇതിൽ തീരെ മാംസമില്ലാത്ത ചെറിയ കാലുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. അല്ലെങ്കിൽ എല്ലാം നമുക്ക് കറിയിലേക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ തൊണ്ട് വേർപ്പെടുത്തി എടുക്കുന്നത് നോക്കാം. വലിയ കാലുകൾ പൊട്ടിച്ചെടുത്ത ഇതിൻ്റെ ഉള്ളിലേക്ക് വിരലുകൾ ഇട്ട് ഇങ്ങനെ അടർത്തി എടുക്കാവുന്നതാണ്. ഈ ഭാഗം നമുക്ക് പൂർണ്ണമായി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മാംസളമായ ഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഏകദേശം ഇപ്പോൾ തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ കറിയിലേക്ക് ഇടാം. അതുപോലെ നമുക്ക് ഓരോ ഞണ്ടും വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഓരോ ഞണ്ടും വൃത്തിയാക്കി എടുക്കേണ്ടത്.